ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നൈറ്റ് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണം. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. നിങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ എനർജി എന്താണ്? നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്? അതുപോലെ തന്നെ ഇന്നത്തെ നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ കർമ്മ അവസാനിച്ചോ അതോ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം. അതൊക്കെ നമ്മൾ പൊതുവായിട്ടുള്ളൊരു റീഡിങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ അത് ചിലർക്കൊക്കെ അത് റെസിനേറ്റ് ആകാം, ചിലർക്കത് ആകാതെയും ഇരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൈകളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് ഒന്നാമത്തെ കാർഡ് കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാണ്ടാണ് കിട്ടിയേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്രതീക്ഷയുടെ ഒരു ദിവസമായിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് നല്ലൊരു പ്രതീക്ഷയുടെ ഒരു ദിവസമായിരിക്കണം. നിങ്ങൾക്കിന്ന് പൈസയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് ആരെങ്കിലും വരികയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കായി നിന്നവരാരെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങൾക്കിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നത്. അതായത് വളരെ വേഗത്തിൽ തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സഡനായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു ആശയവിനിമയം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ചോദിച്ചവർ പൈസയുമായിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്നെന്നാണ് നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നത്. അടുത്ത നമ്മുടെ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ ഉണ്ടായി കാണും, അല്ലെങ്കിൽ കല്യാണം ഉണ്ടായി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബപരമായിട്ടുള്ളൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായി കാണും. അതുപോലെ തന്നെ നിങ്ങളെ പഴയ സുഹൃത്ത്, നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ ദിവസം. അതായത് വളരെയധികം സമൃദ്ധിയുടെ ഒരു ദിവസം കൂടിയായിരുന്നു നിങ്ങൾക്ക് ഇന്ന് എന്നാണ് കാണിച്ചു തരുന്നത്. അതായത് ഒരുപാട് പ്രയോറിറ്റികൾ നിങ്ങൾക്കിന്നുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കിന്ന് ഉള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ടുള്ളൊരു റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ കണ്ട് മടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കളിക്കൂട്ടുകാരെ കാണുന്ന ഒരു ദിവസമൊക്കെ ആയിരുന്നിരിക്കാം നിങ്ങൾക്കിന്ന്. അപ്പോൾ അത് റെസനേറ്റ് ആയിട്ടുള്ളവർ ഇന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചെയ്യണം. അടുത്ത കാർഡ് നമുക്ക് വന്നേക്കുന്നത് ഏസ് ഓഫ് സോഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഏസ് ഓഫ് സോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു തുടക്കം, നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് അതായത് ഇന്ന് നമ്മൾ ആണെങ്കിൽ ഒരു വലിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ള ദിവസമാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കിന്ന് വലിയ വിജയങ്ങളുണ്ടായ ഒരു ദിവസമാണെന്ന്. പലർക്കും ഇന്ന് ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്നൊരു ദിവസമാണ്. അതായത് വലിയൊരു വിജയം ഇന്ന് നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ, അതായത് കിരീടം വെച്ച് നമ്മൾ വാഴ്ത്തുക എന്ന് പറയുമല്ലോ, അപ്പോൾ അതുപോലെയുള്ള ഒരു ദിവസമായിരുന്നു നിങ്ങളിൽ പലർക്കും ഇന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഈ സോസോട് നിന്ന് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു ശക്തിയായിട്ട് തന്നെ നിങ്ങൾക്കിന്ന് ഒരുപാട് സാധ്യതകൾ കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടി ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഇട്ടേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
സിക്സ് ഓഫ് പെൻറ്റക്കിൾസിനകത്ത് നിങ്ങൾക്ക് ഇന്ന് പൈസയൊക്കെ അധികമായിട്ട് കിട്ടിക്കാണുന്നൊരു ദിവസമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധാരാളം പൈസ ഉള്ളവരുണ്ടായിരിക്കും. അതിൽ തന്നെ ചാരിറ്റി ചെയ്യുന്നവരുണ്ടായിരിക്കാം, അമ്പലങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ടായിരിക്കാം, പള്ളികൾക്ക് കൊടുക്കുന്നവരുണ്ടായിരിക്കാം, അസുഖക്കാർക്ക് അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ പിന്നെ കൊടുക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അർഹതയുള്ള ഒരു കൈകളിലേക്കാണോ നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ അർഹതയുള്ളവർക്കാണോ ദാനം ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ സ്നേഹമായിരിക്കാം കൊടുക്കുന്നത്. അപ്പോൾ ആ സ്നേഹം കൊടുത്തത് നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്ന ഒരാൾക്കാണോ നിങ്ങൾ സ്നേഹം കൊടുത്തേക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദാനത്തിന് വേണ്ടി കൈ നീട്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ അവരെ കാണുന്നില്ല. കാണാതെ തന്നെ മറ്റൊരാൾക്കാണ് നിങ്ങൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സായിട്ട് പറഞ്ഞു തരുന്നത് പണമായാലും സ്നേഹമായാലും എന്തു തന്നെയായാലും നമ്മളത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ അതിന് അർഹതയുള്ളവർക്ക് അല്ലെങ്കിൽ അത് അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഏറ്റവും വലിയൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഇന്നത്തെ ഒരു പിന്നെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പം കൊടുത്താലും നമ്മളത് അർഹതയുള്ള കൈകളിലേക്ക് മാത്രം കൊടുക്കുക. നമ്മളുടെ ഒരു വാക്കിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി നമ്മളുടെ ഒരു എന്തെങ്കിലും കൂടിച്ചേരലിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അവരെ ആരെയും കാണത്തില്ല അല്ലെങ്കിൽ നമുക്ക് അവരെ ആരെയും കണ്ണിന് പിടിക്കത്തില്ല. നമുക്ക് ഇഷ്ടം തോന്നുന്ന പലരും ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകാം. പക്ഷെ അവർക്ക് അതിന് അർഹതയില്ല. ഇപ്പം നമുക്ക് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ കാണും, പക്ഷെ അവരെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ പുറകെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വിഷമം അല്ലെങ്കിൽ ട്രോമ സ്റ്റേജ്, ഭയങ്കര സങ്കടം, ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അർഹതയുള്ളവർക്ക് മാത്രം ദാനം കൊടുക്കുക. ദാനം നല്ല എന്തായാലും അർഹതയുള്ള കൈകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത് കേട്ടോ. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നൊന്നല്ല പല ദിവസങ്ങളിലും നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നോട്ട് അതായത് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിലും കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലും ഒക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മോശമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ തിരിഞ്ഞു നടക്കുവാണ്. നമുക്കിനി പുതിയതൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തെ ദിവസം തിരിഞ്ഞു പോവുകയാണ്. എനിക്ക് പഴയതിനെ ഒന്നും കാണണ്ട, അല്ലെങ്കിൽ എനിക്കിനിയും പുതുതായിട്ടൊന്നും ചെയ്യാൻ വയ്യ എന്നും പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും അങ്ങോട്ട് പരസ്പരം അച്ഛനും അമ്മയും തമ്മിൽ തെറ്റിപ്പിരിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറായിട്ട് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞിട്ട് ഞാൻ ഇനിയും പോവുകയാണ്, എനിക്കിനി ഇവിടെ ജീവിക്കാൻ വയ്യ, എനിക്കിനി ഇവിടെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു, എനിക്കിനി അനുഭവിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടാകാനുള്ള ഒരു അവസരം തന്നെ ഇന്ന് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ പലർക്കും സ്നേഹം കൊടുക്കുന്നുണ്ട്, പക്ഷേ തിരിച്ച് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വേദനിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരായാലും മറ്റുള്ള ആരായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വീടിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആ ഒരു കഷ്ടപ്പാട് ആരും അംഗീകരിക്കുന്നില്ല. അതുപോലെ റിലേഷനിലായാലും ഒരുപാട് ലവേഴ്സിൻ്റെ ഇടയിലായാലും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ സ്നേഹം കാണുന്നില്ല. നിങ്ങളെ തിരിച്ചൊന്ന് ആശ്വസിപ്പിക്കാനോ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്യാനോ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാനോ ഒന്നും അവർക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ എന്ത് തോന്നാം, ഒരു മടുപ്പ് തോന്നാം. ജീവിതത്തോട്, കുടുംബത്തോട്, മറ്റുള്ള ചുറ്റുപാടിനോടൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ട് എനിക്കിനി ഇവിടുത്തെ ഒരു ജീവിതം വേണ്ട, എനിക്ക് മടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്നും എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. കാരണം എനിക്കിനി പഴയതൊന്നും വേണ്ട, പുതിയൊരു ജീവിതം എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ കപ്പുകൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
ഒരുപാട് കപ്പുകൾ ഇരിപ്പുണ്ട്. പക്ഷേ ഇരിപ്പുണ്ടെങ്കിലും ആ കപ്പുകളെല്ലാം തന്നെ അകന്നകന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ആ കപ്പുകളൊന്നും അടുപ്പമില്ല. അതായത് ഇതിന് സ്നേഹമില്ല. നിങ്ങൾ സഹകരിക്കുന്നവരായാലും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരായാലും എല്ലാവരും നമുക്ക് നോക്കുമ്പോൾ എല്ലാവരും ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ ഒന്ന് സ്നേഹിക്കാനോ ഒന്ന് ചേർത്തിരുത്താനോ ഒന്ന് അടുത്തിരുത്താനോ നല്ല വാക്ക് പറയാനോ നമുക്ക് ആരുമില്ല. അപ്പോൾ എല്ലാം അകന്നകന്നാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം എല്ലാ കപ്പുകളും തമ്മിലൊരു അകൽച്ചയുണ്ട്. അത് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലാണ്. ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റിലും. പക്ഷേ നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളോടൊപ്പം നമ്മുടെ വേദനയിൽ പങ്കുചേരാനും നമ്മളോടൊപ്പം ചേർന്നിരിക്കാനും നമുക്ക് ആരുമില്ല. അപ്പോൾ ഈ അകൽച്ച കൊണ്ട് അല്ലെങ്കിൽ ഈ വേദന കൊണ്ട് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും മക്കളിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും ഒക്കെ കിട്ടുന്ന ഈ ഒരു വേദന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്നും പോവുകയാണ്. എനിക്ക് എൻ്റെ ജീവിതം മതി എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. പഴയ വേദനകളെ മറക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു പക്ഷേ പോകുന്നവരാരായാലും ചിലപ്പോൾ അവരുടെ അമ്മ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാകുന്നത്, നിങ്ങളോട് ആരാണോ സഹതാപം കാണിക്കുന്നത്, നിങ്ങളോട് ആർക്കാണ് ഇൻറ്റിമസി ഉള്ളത്, ഒരു പക്ഷേ അവരുടെ അടുത്തേക്കായിരിക്കും നിങ്ങളീ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്ത് നമുക്ക് കിട്ടിയേക്കുന്ന 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അതും പൈസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് 6 ഓഫ് പെൻറ്റക്കിൾസിലും പറയുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് നട്ടം തിരിയുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നട്ടം തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടാത്തൊരവസ്ഥയിൽ നിങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്തൽ എസ്കേപ്പായി പോവുകയാണ്. മറ്റൊരിടത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, വീട്ടിലെ വഴക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല. പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല പല ടെൻഷൻസ് ഉണ്ട്, പല പല ബുദ്ധിമുട്ടുകളുണ്ട്, മാനസിക പ്രയാസങ്ങളുണ്ട്, ഡിപ്രഷനുണ്ട്, പിരിമുറുക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് പോലും നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് പല പല അസുഖങ്ങളുണ്ട്, നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാല് വയ്യാത്ത ഒരുപാട് ആൾക്കാർ കാണും, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കാണും, തൈറോയ്ഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കാണും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ഉള്ളത്. അവർക്ക് പൈസയുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതായത് പൈസയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആ പൈസ വരുന്നില്ല. പൈസ വരാനായിട്ട് വളരെയധികം അവർക്ക് താമസമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനൊക്കെ ഭയങ്കര വിഷമമാണ് ആ പൈസ കിട്ടാത്തതിൽ. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവിടുന്ന് മാറിപ്പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ നാട്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ സ്ഥലത്തിൽ നിന്ന് തന്നെ, വീട്ടിൽ നിന്ന് തന്നെ. കാരണം അസുഖങ്ങളായിപ്പം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കും. അങ്ങനെ നമുക്ക് പല അസുഖങ്ങളായിട്ട് കാല് വയ്യാതെ, കൈ വയ്യാതെ, അലർജി, മറ്റ് ത്വക്ക് രോഗങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളായിട്ട് ഇന്ന് അവിടെ നിന്നും പോകുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നമുക്കൊരു കാർഡും കൂടി എടുത്ത് നോക്കാം. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ടവർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അവസാനം എടുത്ത കാർഡ് ടവർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായ ഒരു ദിവസമാണ്. പക്ഷേ എങ്കിൽ പോലും പല പല പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പൊക്കം, മഴ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നേക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുതിയ ഒരു തിരിച്ചുവരവാണ് നിങ്ങൾക്കുള്ളത്. അതായത് നിങ്ങൾക്ക് സ്നേഹം കിട്ടാതെ നിങ്ങൾ പോകുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി അലയുന്നുണ്ട്, അസുഖങ്ങളാകുന്നുണ്ട് പലർക്കും. അതുപോലെ അർഹതപ്പെട്ട കൈകളിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല. പലരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അർഹതപ്പെട്ട കൈകളിലേക്കൊന്നും പൈസ കിട്ടുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കാത്തിടത്താണ് പൈസയും സ്നേഹവും എല്ലാം പോകുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ കർമ്മം അവസാനിച്ച് നിങ്ങൾ പുതിയൊരു ഒരു തുടക്കത്തിലേക്ക് പോകുന്നത്, പുതിയൊരു ബിഗിനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. പുതിയൊരു ജനനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പല പല സാഹചര്യങ്ങളെയും പല പല കഷ്ടതകളെയും പല പല ബുദ്ധിമുട്ടുകളെയും എല്ലാം നിങ്ങൾ അതിജീവിച്ച് മരണത്തിൻ്റെ വക്കിൽ നിന്നും നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾക്കൊരു പുതിയൊരു റീബർത്താണ് ഉണ്ടാകാൻ പോകുന്നത്. പുതിയൊരു ജനനത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞതെല്ലാം അവസാനിച്ചു. കഴിഞ്ഞ കഷ്ടപ്പാടുകൾ, നിങ്ങൾക്കുണ്ടായ വീട് നഷ്ടപ്പെട്ടവർ, വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടു, അല്ലാതെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവർ, അസുഖങ്ങൾ ബാധിച്ച് പോകുന്നവർ,
പിന്നെ സ്നേഹം കിട്ടാതെ അലയുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ എല്ലാം ആ ഒരു കർമ്മ അവസാനിച്ചു. ഇതോടുകൂടി കർമ്മം അവസാനിച്ച് ഈ ജൂലൈ മാസത്തോടു കൂടി എന്ത് ചെയ്തു, അവരുടെ കർമ്മം അവസാനിച്ചു. നാളെ ഒരു പുതിയൊരു മാസവും പുതിയൊരു ദിവസവും ഒക്കെ വരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കർമ്മം ഇതോടുകൂടി തീർന്നിട്ട് പുതിയൊരു ജനനം അല്ലെങ്കിൽ പുതിയൊരു ജീവിതമാണ് നിങ്ങൾ ഇനിയും തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് എന്താണോ അത് നേടാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പുതിയ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു കരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ രക്ഷിക്കാനായിട്ട് നീണ്ടുവരുന്ന കരങ്ങളാണുള്ളത്. നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ കർമ്മദോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹപ്പിഴകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ആ കഷ്ടപ്പാടുകൾ, സമയമോശങ്ങളെല്ലാം അവസാനിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്കാണ്, പുതിയൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മരണത്തിന് തുല്യമായ ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിൽ പലരും കടന്നു പോയത്. അവർക്കെല്ലാം പുതിയ ഒരു ജീവിതമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് എല്ലാം കൊണ്ടും കുറച്ച് പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളുമായിരുന്നു, കുറച്ച് അധികം നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതിലെല്ലാം നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, നിങ്ങളെ താങ്ങാനായിട്ടൊരു കൈകൾ വരുന്നുണ്ട്. ഇതുവരെ അനുഭവിച്ച കഷ്ടതകളെല്ലാം മാറിയിട്ട് പുതിയ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പം ഇത് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ അവർ സന്തോഷിപ്പിക്കുന്നുണ്ട്, നമ്മളെ അവർ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അവർ വിവാഹം ചെയ്ത് വിടുന്നുണ്ട്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർക്കും എന്ത് വേണം, സ്നേഹം ആവശ്യമാണ്. നമ്മൾ അവരെയും സ്നേഹിക്കണം, അവരുടെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം, അവരെയും നമ്മൾ തുല്യത നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം എന്നുകൂടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ജനറലായിട്ടുള്ള റീഡിംഗ് ആണ്. കുറച്ച് പേർക്ക് ഇത് പിന്നെ അവരുടെ ജീവിതവുമായിട്ട് ഇത് റെസനേറ്റ് ആയിട്ട് വരും, കുറച്ച് പേർക്ക് ഒന്നുമല്ലാതെ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ഇന്നത്തെ ദിവസം റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ഫുള്ളായിട്ടുള്ള റീഡിങ്, മൊത്തത്തിലുള്ള റീഡിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേഴ്സണൽ നമ്പറിൽ വിളിച്ച് റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.